ചേച്ചി ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ശരി ശരി ശരി. ഇന്ദു, എന്താ ആ ഡിഷിലായിരുന്നോ പനീറിന്റെ ഡിഷ്? അത് വളരെ ടേസ്റ്റി ആയിരുന്നു അല്ലേ? അതിനു വേണ്ടി ചേച്ചി ഞാനും കാത്തിരിക്കുന്നേ. ഒരാളെ ഡിപ്പെൻഡ് ചെയ്താ ഇങ്ങനെ തന്നെ സംഭവിക്കും. ഇവരെ പ്ലാനിൽ ഇൻവോൾവ് ചെയ്യിക്കണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും? ഈ വെയിറ്റർ ഇത് എവിടെ പോയി? ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ ഇപ്പൊ വരാം. എന്തിന്? നീ എവിടെ പോകുന്നു? ഒരു 5 മിനിറ്റ് വേഗം വരാന്നേ. ഇവളത്തെ എവിടെയാ പോകുന്നേ? ഇവള് കിച്ചൺ ഭാഗത്തേക്കാ പോകുന്നേ. ഇപ്പൊ എല്ലാം എന്റെ വഴിക്ക് തന്നെ വരികയാണല്ലോ. നമ്മൾ ഒരാളെ കൊല്ലണമെന്ന് കരുതിയാ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി തന്നെ വരും. ആദ്യം ഇല്ലാത്ത സാധനങ്ങൾ വരുത്തിക്കാം. പനീർ കുറവാണ്, ടൊമാറ്റോയും കുറവാണ്. എന്നാ പിന്നെ ആദ്യം ലിസ്റ്റ് ഉണ്ടാക്കാം. പച്ചക്കറികൾ കൂടെ വാങ്ങാം. ജ്യൂസസ്. ഇനി ഇത് കൊണ്ടുപോയി റോബിന് കൊടുക്കാം. ആരെല്ലാം ഉണ്ടോ? എന്റെ ഹൽദിയും മെഹന്തിയും കഴിഞ്ഞു. ഇനി 5 ദിവസങ്ങളിൽ എനിക്ക് നിന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്ത ശേഷം കല്യാണം കഴിക്കാൻ പറ്റൂ. എന്നെ അസൂയപ്പെടുത്തി വെന്തുരുക്കി വെണ്ണീറാക്കാൻ നോക്കിയതല്ലേ? ഇനി ഞാൻ നിന്റെ ചിതയിൽ ഡീസൽ ഒഴിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടിയുടെ ചിത കത്തിച്ചത് സ്ത്രീയാണ്, ചിത ഒരുക്കിയത് സ്ത്രീയാണ്. നിങ്ങൾ നെക്സ്റ്റ് വീക്ക് തന്നെ മീറ്റിംഗ് ഫിക്സ് ചെയ്തോളൂ. നമുക്ക് അടുത്ത പ്രോജക്റ്റ് അപ്പോൾ എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ? റൈറ്റ്. ആ സമയം കൊണ്ട് ഈ ആൽബത്തിന്റെ റിപ്പോർട്ട് വരും. എങ്കിൽ പ്രിയോട് സംസാരിച്ച് അടുത്ത വീക്ക് തന്നെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തോളൂ. ഓക്കെ? ആ സർ, പ്രിയെ ഒന്ന് വിളിക്കാമോ? എന്ന് ഫിക്സ് ചെയ്യാമായിരുന്നു. ആ ഷുവർ. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ, എവിടെ പോയെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പ്രിയ എന്തായാലും ഇങ്ങോട്ട് പറഞ്ഞുവിടാം. എന്നോട് അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞാണല്ലോ. എന്നിട്ട് ഇവളിത് അവിടെ പോയി. അച്ഛമ്മയുടെ കൂടെ എങ്ങാനും കാണും. സോറി ഏട്ടാ, ഞാനാ. എന്തു പറ്റി? അലിയ, നീ പ്രിയെ കണ്ടോ? എപ്പോ നോക്കിയാലും ഏട്ടൻ അവളെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. അലിയ, എനിക്കൊരു അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ. ഏട്ടൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടൻ അവളുടെ സെക്രട്ടറി ആണോ അതോ അവൾ ഏട്ടന്റെ സെക്രട്ടറിയോ? ഐ മീൻ, അവളാണ് ഏട്ടനെ തിരയേണ്ടത്, പക്ഷെ ഏട്ടനാണ് അവളെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ഒരാളെ ജോലിക്ക് വച്ചിട്ട് what I mean to say is, ഇന്ന് വീട്ടിലെ പാർട്ടി നടക്കുകയാണ്. സോ ഏട്ടൻ അവളെ തിരയാതെ തനുവിനെ ശ്രദ്ധിക്കാൻ നോക്ക്. നിങ്ങളുടെ കല്യാണം നടക്കാൻ പോവാണ്.
ഏട്ടൻ തനുവിനൊപ്പം നിൽക്കാതെ പ്രിയയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാര് എന്തൊക്കെ പറയും? ആലിയ, എനിക്ക് ആ മ്യൂസിക് കമ്പനിയോടൊപ്പം ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രിയയെ തിരക്കുന്നത്. പ്രിയ എവിടെയൊന്നും കാണുന്നുമില്ല, തനുവിനെയും കാണുന്നില്ല. ഇനി അവർ തമ്മിലെങ്ങാനും വഴക്കിടുവാണോ? ഞാൻ തനുവിനെ മുകളിലത്തെ റൂമിലേക്ക് അയച്ചില്ലായിരുന്നെങ്കിൽ വഴക്കുണ്ടാവുമായിരുന്നു. ഞാൻ അവളെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ആര്, തനുവിനെയാണോ? അല്ല, പ്രിയയെ. എന്നാലും പ്രിയ എവിടെ പോയി? ഇനി ചിലപ്പോ തനു താഴെ വന്നിട്ട് പ്രിയയായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കോ? ഞാൻ പോയി എന്തായാലും തനുവിനെ ഹെൽപ്പ് ചെയ്യാം. ഇതാരാ പൂട്ടിയിരിക്കുന്ന? ആരെങ്കിലും ഉണ്ടോ? ഈ കിച്ചന്റെ വാതിൽ അറിയാതെ ലോക്കായി പോയി. പ്ലീസ്, ആരെങ്കിലും ഇതൊന്ന് തുറക്കാമോ? ഈ ഡോർ എങ്ങനെ അടഞ്ഞു പോയത്? ഫോൺ ഇന്ദു ആന്റിയുടെ കയ്യിലാണല്ലോ. എത്ര വേണമെങ്കിലും ശ്രമങ്ങൾ നടത്തിക്കോളൂ പ്രിയ. ഈ ബഹളത്തിനിടയിൽ നിന്ന് നിന്റെ ശബ്ദം ആരും കേൾക്കില്ല. ഞാനുണ്ടാക്കിയ ചക്രവ്യൂഹത്തിൽ നീ കുടുങ്ങിയിരിക്കുക. മരിച്ചിട്ട് നീ ഇനി പുറത്തു വരുള്ളൂ. ഈ ഡോർ ഇനി താനെ അടഞ്ഞതാണോ അതോ ചിലപ്പോ അദ്ദേഹം ആയിരിക്കോ? ഞാൻ അടുക്കളയിൽ വന്നത് അദ്ദേഹം കണ്ടു കാണും. അതുകൊണ്ടായിരിക്കും എന്നെ അകത്തിട്ട് പൂട്ടിയത്. അതെ, അദ്ദേഹം തന്നെയാവും. ആ സ്പെഷ്യൽ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്തും അദ്ദേഹം എന്റെ സ്ട്രോ ബ്ലോക്ക് ചെയ്തല്ലോ. അദ്ദേഹത്തിന്റെ കുസൃതിക്ക് ഒരു കുറവുമില്ല. അതെ, എനിക്കറിയാട്ടോ നിങ്ങൾ ഈ ഡോറ് പൂട്ടിയെന്ന്. സോ പ്ലീസ് ഈ വാതിൽ തുറക്കുന്നേ. അതെ, പുറത്ത് സ്റ്റാർട്ടേഴ്സ് ഒക്കെ കുറയുന്നുണ്ട്. ഞാൻ പുറത്ത് വന്നില്ലെങ്കിലേ പാർട്ടി തന്നെ കൊളാവും. നോക്കൂ, കളി ഒരുപാടായി, മതി. പ്ലീസ് വാതിൽ തുറക്കൂ. അബിയിൽ നിന്ന് കറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മരണത്തിലേക്ക് തള്ളിയിടുക. എന്നിട്ട് ഇവിടെ അവളുടെ വായിൽ നിന്ന് അബി എന്ന് തന്നെ കേൾക്കുക. പക്ഷെ സാരമില്ല, ഇതിനെ ഞാൻ നിനക്കുള്ള അവസാനത്തെ ഔദാര്യമായി കാണാം. അബിയുടെ പേര് പറഞ്ഞു മരിച്ച നിനക്ക് മോക്ഷം ലഭിക്കും. നിന്റെ ആത്മാവിനും ശാന്തി കിട്ടും. ഇന്ന് നീ എന്റെ ഹൃദയത്തിൽ തീയിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇന്ന് നിന്നെ തീയിട്ട് കൊല്ലേണ്ടി വരില്ലായിരുന്നു. അതിനുള്ള ശിക്ഷയാണിത്. ഹാപ്പി ജേണി. ശരി, സാറിന് എന്നോട് മനസ്സിലുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? വാതില് തുറന്നില്ലെങ്കിൽ എന്നോട് എങ്ങനെ സംസാരിക്കും? അതെ, നോക്കൂ, ഒരുപാട് നേരമായി. പ്ലീസ് വാതിൽ തുറക്കുന്നേ. പ്ലീസ് ഈ ഡോറും തുറന്നേ. പ്രിയ, 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 നീ അകത്താണോ? പ്രിയ, പ്രിയ, നീ മനഃപൂർവ്വം ചെയ്യുന്നതാണല്ലേ ഇതൊക്കെ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എനിക്കൊന്നും പറയാനില്ലെന്ന്. നിനക്ക് മനസ്സിലായി കാണും എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ഇനി നീ ഒളിച്ചു കളിക്കുകയാണോ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ. ശരി, ഞാനൊന്നും പറയുന്നില്ല. നീ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കണം, ചിരിച്ചുകൊണ്ടിരിക്കണം. നീ ഒരു മിനിറ്റ് പോലും എൻ്റെ നകന്നു നിൽക്കാൻ പാടില്ല. നിന്നെ കണ്ടിട്ട് ഒരു ദിവസം ആയതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. പ്ലീസ്, എൻ്റെ കൂടെ നീ ഉണ്ടാവില്ലേ? നീ കൂടെയുള്ളപ്പോൾ എല്ലാം നല്ലതായി തോന്നുന്നു എനിക്ക്.
നീ കൂടെ ഇല്ലെങ്കിൽ മനസ്സൊക്കെ വല്ലാതെ തോന്നും. മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ. ആരോടൊന്നും സംസാരിക്കാൻ പോലും തോന്നില്ല. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് യു നോ, നീ എന്ത് ചെയ്താലും എനിക്ക് അതെല്ലാം നല്ലതായിട്ട് തോന്നുക. ഞാനിതെന്താ ചെയ്യുന്നത്? ഞാനിതെന്താ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്? എൻ്റെയും തനുവിൻ്റെ വിവാഹം നടക്കാൻ പോവാ. എന്നിട്ട് ഞാൻ പ്രിയയോട് ഇല്ല, ഇത് ചെയ്യുന്നത് തെറ്റാ. ഇറ്റ്സ് റോങ്, ടോട്ടലി റോങ്. തനു, ആലിയ നീ? അതെ ഞാൻ. സോ അത് ഒന്നുമില്ല. എന്തോ ഉണ്ട്. എന്താ എന്ന് വെച്ചാ? പാർട്ടി ഇവിടെയാ നടക്കുന്നത്, എന്നിട്ട് നീ അവിടെ നിന്നാ വരുന്നത്. നീ ഇത്രമാത്രം എന്തിനാ വേർക്കുന്നത്? ഇവിടെ AC ഫുള്ള് ഓണാണല്ലോ. അത് എനിക്കെന്തോ വല്ലായ്മ തോന്നിയിരുന്നു, അതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയതാ. വാഷ്റൂം? അവിടെയോ? തനു, അവിടെ വാഷ്റൂമല്ല, കിച്ചണാ. ഞാൻ ആദ്യം വാഷ്റൂമിൽ പോയി, എന്നിട്ട് കിച്ചണിൽ പോയി. തനു, കിച്ചണിൽ നിന്റെ ഇപ്പൊ പ്രിയ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, എന്റെ ഒപ്പം പ്രിയ ഇല്ലായിരുന്നു. തനു, നിന്റെ മുഖം കണ്ടാൽ അറിയും. എന്നോടൊന്നും ഒളിക്കണ്ട, സത്യം പറയാ. നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? അതോ വല്ലത് മോഷ്ടിച്ചോ? ഞാൻ കിച്ചണിൽ വെള്ളം കുടിക്കാൻ പോയതാ. നീ പ്രണവിനെ അപകടപ്പെടുത്തി വലിയ തെറ്റാ ചെയ്തത്. ഇത്തവണ ഞാൻ നിന്നെ രക്ഷിച്ചു. പക്ഷെ വീണ്ടും എന്തെങ്കിലും സ്റ്റുപ്പിഡ് വൃത്തിയായിട്ട് നീ ചെയ്തെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് പറ, നീ എന്തെങ്കിലും ചെയ്തോന്ന്? എനിക്ക് പ്രിയോട് ദേഷ്യം തോന്നി, പക്ഷെ നിനക്ക് തോന്നുന്നത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതോ ഇല്ലേ? ഞാൻ പ്രിയെ കിച്ചണിൽ അടച്ചിട്ടു. നിനക്ക് വട്ടാണോ? കിച്ചൺ അടച്ചതിന് ശേഷം ഞാൻ പുറത്ത് ഡീസൽ ഒഴിച്ച് അവിടെ ഞാൻ തീയിട്ടു. നീ എന്താ ഈ പറയുന്നത്? നിനക്ക് ശരിക്കും ഭ്രാന്തായോ? ആരെങ്കിലും സ്വന്തം വീടിന് തീയിടോ? സ്റ്റുപ്പിഡ്. You know what you lost? ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരോടും പറയാൻ പോവാ. നിക്ക്, ഞാൻ ലോക്ക് ചെയ്തത് കിച്ചണാണ്, വീടിനെയല്ല. തീ പിടിച്ച എല്ലാവരും പുറത്തു പോവും. പക്ഷെ പ്രിയ, അവള് കിച്ചണിൽ കിടന്ന് മരിക്കണം. പിന്നെ ഫയർ അലാം ഓഫ് ആക്കി വെക്കണം, അല്ലെങ്കിൽ തീ പിടിച്ച എല്ലാവർക്കും മനസ്സിലാവും. തനു, നിനക്ക് വട്ടായോ? You lost it. നീ ഭ്രാന്തിയായോ? ഞാൻ ഭ്രാന്തിയാണ്. ഇവളെ എന്നെ ഭ്രാന്തിയാക്കിയത്. ഇവള് കാരണം ഞാൻ എല്ലാം ചെയ്തേ ആലിയ. തനു, അത് ആലിയമ്മ, കിച്ചണിൽ തീ കത്തുന്നു. ഇല്ല, ഇത് അദ്ദേഹം ആയിരിക്കില്ല. അദ്ദേഹം ആണെങ്കിൽ എന്നെ ഇത്രയും നേരം ലോക്ക് ചെയ്ത് വെക്കില്ല. അപ്പൊ മറ്റാരോ ആണ്. ഇനി ചിലപ്പോ താനെ അടഞ്ഞതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര നേരം? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അവിടെ? പ്ലീസ് ഈ വാതിലൊന്ന് തുറന്നു തരൂ. ആരെങ്കിലും ഉണ്ടോ? വാതിൽ. തീയോ? ഇതെങ്ങനെയാ തീ കത്തിയത്? തീയോ? ഇതെങ്ങനെയാ തീ കത്തിയത്?
ആ അച്ഛമ്മേ. ആ മോനെ, പ്രിയ എവിടെയാണെന്ന് അറിയോ? ഒരിടത്തും കാണുന്നില്ല. അവൾ ഇവിടെ ഉണ്ടായിരുന്നു, എന്നെ കണ്ടിട്ട് പോയതേ ഉള്ളല്ലോ. ശരി, എവിടെ പോകുന്നു പറഞ്ഞിട്ടാണോ പോയത്? ഇനി വീട്ടിലെങ്ങാനും പോയി കാണും? ഇല്ലില്ല, വീട്ടിൽ പോയിട്ടില്ല, ഇവിടെ തന്നെ കാണും. മോനെ എവിടെ ബാത്റൂമിൽ എങ്ങാനും പോയതായിരിക്കും. ഇല്ല ആൻറ്റി, ഞാൻ ബാത്റൂമിലും ചെക്ക് ചെയ്തതാ. അവിടെയൊന്നും കാണുന്നില്ല. ആ, ഫോൺ വിളിച്ചു നോക്കിയോ? ഇല്ല. എങ്കിൽ വിളിച്ചു നോക്ക്. അയ്യോ അബി, ഫോൺ ഇപ്പൊ എന്റെ കയ്യിലാണല്ലോ, അത് കൊടുത്തു വിടാനും മറന്നു. അവൾ ഇവിടെ തന്നെ കാണും, നീ പോയി ഒന്ന് നോക്ക്. Oh my God! ഏട്ടാ, ഏട്ടാ, വല്ലിച്ച. ഇത് ആലിയുടെ ശബ്ദമല്ലേ? വാ നോക്കാം. ആലി എന്തു പറ്റി? ഏട്ടാ, ഏട്ടാ, അവിടെ തീ പിടിച്ചു. തീ പിടിച്ചോ? ഏട്ടാ, എവിടെ? പോലെ ഏട്ടാ, 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 ഞാൻ പറയുന്നത് കേക്ക്. ആ തീ എങ്ങനെയെങ്കിലും അണയ്ക്കാൻ നോക്ക്, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. എങ്ങനെയാ സംഭവിച്ചത്? വാ, ഏട്ടാ, ഇങ്ങോട്ട് പോവില്ലേ? അങ്കിൾ, എല്ലാരും പെട്ടെന്ന് പുറത്തു പോകാൻ പറ. ആ ആ, ആ. രാജേട്ടാ ഒന്ന് വന്നേ. ചേച്ചി, ഈ പുക എവിടുന്നാ വരുന്നേ? ആരെങ്കിലും ഉണ്ടോ? പ്ലീസ് ഹെൽപ്പ്. അച്ഛമ്മേ, അബി. ആലി വേഗം ഗാർഡനിലോട്ട് പോ. വാ പെട്ടെന്ന്. മോനെ ഇതെങ്ങനെയാ സംഭവിച്ചേ? അച്ഛമ്മ വീടിന് തീ പിടിച്ചിരിക്കുക. തീയോ? വേഗം വാ. എന്റെ വന്നേ. ഈശ്വരാ, തീയോ? എങ്ങനെ തീ അയ്യോ, പിടിച്ചു? പ്രിയ, ഞാൻ അതൊക്കെ പിന്നെ പറയാം. നിങ്ങൾ അതാ പറഞ്ഞാ മനസ്സിലാകത്ത്. പ്രിയ, പ്രിയ എവിടെയാ? പ്രിയ എവിടെ? പ്രിയ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ ആദ്യം പുറത്തിറങ്ങ്. പ്രിയ, വാ ആ. ചേച്ചി. അച്ഛമ്മ പോ. ചേച്ചി വരൂ. പോ നോക്ക്. രാജേട്ടാ എല്ലാരും പുറത്തേക്ക് ഇറങ്ങാൻ പറ പെട്ടെന്ന്. തനുവിന് ഭാഗ്യമില്ലാത്തതാണോ അതോ പ്രിയയ്ക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണോ? പ്രിയയെ കൊല്ലാനുള്ള പ്ലാൻ എപ്പോ ഉണ്ടാക്കിയാലും ഏട്ടൻ വന്ന ഉടനെ അവളെ രക്ഷിക്കും. ഇത്തവണ അത് ഒരിക്കലും നടക്കില്ല. ഞാൻ ഏട്ടനെ അവളുടെ അടുത്തേക്ക് ഒരിക്കലും വിടില്ല. കൊള്ളാം, തീ പിടിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുവാണല്ലേ? ഇവിടെ വന്ന് ആരും രക്ഷിക്കില്ല. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. വന്നേ. അബി, പതുക്കെ പതുക്കെ. അബി, 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 എങ്ങനെ തീ ഉണ്ടായത്? അനു, അതൊക്കെ പിന്നെ സംസാരിക്കും. നീ ഒന്ന് പോയെ. അബി, അബി, ഞാൻ നിന്നെ വിട്ട് പോവില്ല. ഞാൻ പോവില്ല. നീ ഒന്ന് ഞാൻ പുറത്തേക്ക് പോകാൻ പോവില്ല, നോക്ക്. പോവാൻ. തനു, 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 ആർ യു ഓക്കേ? എനിക്ക് മൈ ഗോഡ്, ബ്ലഡ് വരുന്നുണ്ടല്ലോ. എല്ലാരും പെട്ടെന്ന് പുറത്തു പോ. ആലിയ, നീ തനുവിനെ കൊണ്ട് പുറത്തു നോക്ക്. ഞാൻ വന്നോളാം. ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ. നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാതെ? തീ പടർന്നോണ്ടിരിക്കും. ഒരുപാട് ആളുകളുണ്ടല്ലോ, ഇവിടെ ഒന്ന് സഹായിക്കുക പ്ലീസ് ഏട്ടാ. എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഭഗവാനെ, പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് ഇവിടുന്ന് രക്ഷിക്കൂ. ഇന്ന് എന്റെ മനസ്സിലുള്ള കാര്യം അദ്ദേഹത്തോട് എനിക്ക് പറയണം. പ്ലീസ് ആരെങ്കിലും ഇതൊന്ന് തുറക്കൂ, എന്നെ രക്ഷിക്കൂ. ആരെങ്കിലും ഉണ്ടോ അവിടെ? ഒന്ന് രക്ഷിക്കൂ. ഏട്ടാ, പ്ലീസ് ലെറ്റ്സ് ഗോ. നീ ഇവിടെ പോവാ. സാർ, എന്റെ മൊബൈൽ അകത്തായി പോയി സാർ. മൊബൈലിൽ പോണെങ്കിൽ പോട്ടെ. നീ ആദ്യം പുറത്തേക്ക് പോകുന്നു. അബി, എന്തു പറ്റി? രാജേട്ടാ, തനുവിന്റെ കാല് മുറിഞ്ഞു, നടക്കാൻ കഴിയുന്നില്ല. പ്ലീസ് ഏട്ടൻ ഒന്ന് ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകും. ഞാനൊന്ന് പോയി നോക്കട്ടെ. തന്നെ ഏട്ടന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആലി, എനിക്ക് തനുവിനോടുള്ള റെസ്പോൺസിബിലിറ്റി പോലെ തന്നെയാ ഈ കുടുംബത്തോടും എനിക്കുള്ളത്. അത് പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്തത്? ഏട്ടൻ അകത്ത് എന്തിനാ പോകുന്നത്? പുറത്തേക്ക് വരൂ. ആലിയ, അകത്ത് ഇനിയും ആളുകളുണ്ട്. അവരെ രക്ഷിക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നീ ഒരു കാര്യം ചെയ്യും. അല്ലെങ്കിൽ രാജേട്ടാ, എല്ലാവരും പുറത്ത് ഗാർഡനിലേക്ക് കൊണ്ടുപോയിക്കോ. എന്നിട്ട് ഫയർഫോഴ്സിനെ വിളിക്കും. ഞാൻ എന്തായാലും അകത്ത് പോയി നോക്കട്ടെ, ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ. പ്രിയ ഇത് എവിടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ എന്തായാലും പുറത്ത് വയ്ക്കോ. പെട്ടെന്ന് പെട്ടെന്ന് പോ. പോ. പ്രിയ, 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 സർ, നീ ഇവിടെ എന്താ സാർ ചെയ്യുന്നത്? ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു, ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോന്ന്. ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരുമില്ല സാർ. ശരി, നീ പോ നോക്ക്. സർ. പോ പോ. സാർ, സാർ ഒറ്റയ്ക്ക്. ഗോ. സാർ, വീട്ടിലുമില്ല, പുറത്തുമില്ല. പിന്നെ ഇത് എവിടെ പോയതാ? അല്ല, ഞാനത് ചിന്തിച്ചതേയില്ല. സാധാരണ ആളുകൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനാ നോക്കുക. പക്ഷെ പ്രിയ അങ്ങനെയല്ല. അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുക പതിവ്. അവൾക്കിനി എന്തെങ്കിലും സംഭവിച്ചു കാണൂ. ഷിറ്റ്. ബലൂണേ,
ബലൂണേ, ബലൂൺ, ബലൂൺ, അദ്ദേഹത്തിന്റെ ശബ്ദമാണല്ലോ. അദ്ദേഹം എന്നെ അന്വേഷിക്കായിരിക്കും. ബലൂണേ. അതെ, ഞാൻ തീ പടർന്നു പിടിക്കുകയാണല്ലോ. അതാ ഇത്രയും പുക വരുന്നത്. ഇനി അവൾ ബോധം കെട്ട് കാണൂ. അതെ, ഞാൻ ഇവിടെയാണ്, കിച്ചണില്. പ്രിയ, നീ എവിടെയാ? ഒന്ന് പറയ്. ഞാൻ ഇവിടെ കിച്ചണിലാ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവിടെ കിച്ചണിലാ, പ്ലീസ്. കിച്ചണിലോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, എനിക്ക് കേക്കാം. ഇപ്പൊ എന്താ ചെയ്യുക? എങ്ങനെ ഒന്ന് അകത്ത് പോവാ? ഫയർഫോഴ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യണോ? ചിലപ്പോ അതുവരെ വെയിറ്റ് ചെയ്താൽ ബലൂണിന് എന്തെങ്കിലും സംഭവിച്ചാലോ? വെയിറ്റ് ചെയ്ത് റിസ്ക് എടുക്കണ്ട. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് ഉടനെ തന്നെ. ബലൂണേ, ബലൂണേ, നീ അവിടെ തന്നെ നിന്നോ. ഞാനിപ്പോ വരാം. എന്താ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാത്തത്? ഇനിയിപ്പോ തിരികെ പോയി കാണൂ. അതോ അദ്ദേഹം വന്നു എന്നുള്ളത് എന്റെ വെറും തോന്നലായിരുന്നു. ഓ എന്റെ ദൈവമേ, ഇത് എത്ര വലിയ മുറിവാ പറ്റിയിരിക്കുന്നേ. രക്തം വരുന്നുണ്ടല്ലോ. പൊള്ളിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഏട്ടത്തിക്ക് വട്ടായോ? തീ പിടിച്ച് ഇങ്ങനെ ചോര വരുമോ? കാല് മുറിഞ്ഞു, അത്ര തന്നെ. പക്ഷെ തനു ഇത് ഇത്ര ആഴമുള്ള മുറിവല്ലേ? അപ്പൊ നിനക്ക് വേദന ഉണ്ടാവുമല്ലോ. ഏട്ടത്തി എന്നെ ഓർത്ത് ടെൻഷൻ ആവണ്ട. ബാക്കിയുള്ളവരുടെ കാര്യം നോക്കൂ, പ്രത്യേകിച്ചും സ്വന്തം കാര്യം. അത് പിന്നെ ഞാൻ നീ ഒരു 2 മിനിറ്റ് മിണ്ടായിരിക്കെ. തനു, നീ പേടിക്കണ്ട. പപ്പ വരൂ. അയ്യോ, അബി, പ്രിയ. അഭി, പ്രിയ എവിടെയാ? അബി അവനകത്താണ്. അവൻ പ്രിയനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനകത്തൊറ്റയ്ക്ക്. ഞാൻ പോയി നോക്കാം. അല്ല, അമ്മ എന്താ ഈ കാണിക്കുന്നത്? അയ്യോ രാജ്, ഫയർഫോഴ്സിനെ പെട്ടെന്ന് വിളിക്കേ. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കൂ. ഫയർമാൻ വരുമല്ലോ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതാ, എങ്ങനെയാ തീ പിടിച്ചതെന്ന്. നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഫയർഫോഴ്സുകാർ ഒന്ന് തീ അണയ്ക്കട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം ആരാണ് തീ കത്തിച്ചതെന്ന്. മമ്മി, നീ അമ്മ അങ്ങോട്ട് വിളിക്കോ. അമ്മ അങ്ങോട്ട് വിളിക്കോ. വരൂ പറഞ്ഞേ. വരൂ. എന്റെ ദൈവമേ, എന്ന് വെച്ചാൽ തനുവിനെ പിടിക്കാൻ പോവാണെന്നാണോ? മൈഥിലി, നീ മിണ്ടാതിരിക്കെ. നിന്റെ നാവ് അടക്കി വെക്ക്. അഥവാ നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, തനുവിന്റെ കൂടെ നീയും ജയിലിലേക്ക് പോവേണ്ടി വരും. ഇത് ഓക്കെയോ? ഇതും ധരിച്ചോട്ട് അകത്തേക്ക് കയറാം. അപ്പോൾ പിന്നെ തീ പിടിക്കില്ലല്ലോ. ബലൂണേ, 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 ഞാൻ വരുവാ. ബലൂൺ. എനിക്കറിയില്ല എന്താ സംഭവിക്കുകയെന്ന്. ഇതിനു മുമ്പ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടേ ഇല്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബലൂൺ അകത്ത് ഒറ്റയ്ക്കാ. ബലൂണേ, എന്തായാലും വാതിലോട്ട് തീ പടർന്നിട്ടില്ല. പിന്നെന്താ ഈ ബലൂൺ പുറത്തോട്ട് വരാത്തെ? ഓ, ഇത് പുറത്തുനിന്ന് ലോക്ക്ഡ് ആണല്ലോ. അതുകൊണ്ട് അവൾക്ക് പുറത്തു വരാൻ പറ്റാത്തെ. ആരാ അവിടെ? ഞാൻ ചോദിക്കുന്ന കേട്ടില്ല. ആരാ അവിടെ?
ആരാത്? ആരാന്ന് ചോദിക്കുന്ന കേട്ടില്ല, ആരാന്ന് നോക്കൂ. ഞാൻ ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, ആരാന്ന് പറ. എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുതെന്ന്. നോക്കൂ, വേണ്ട വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത് പ്ലീസ്. പറഞ്ഞു കേട്ടില്ലേ, അടുത്തേക്ക് വരരുതെന്ന്, ഇല്ലെങ്കിൽ ഞാൻ. എന്തിനാ നീ കിടന്ന് ബഹളം വെക്കുന്നേ? ഇത് ഞാനാ. എന്തിനാ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? ഞാൻ രക്ഷിക്കാനായിട്ട് വന്നപ്പോ വീണ്ടും കിടന്ന് വിളിക്കുക, രക്ഷിക്കൂ രക്ഷിക്കൂ. എന്നെ രക്ഷിക്കാമെന്നാണോ? നോക്കൂ, വേണ്ട വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത് പ്ലീസ്. പറഞ്ഞു കേട്ടില്ലേ, അടുത്തേക്ക് വരരുതെന്ന്, ഇല്ലെങ്കിൽ ഞാൻ. എന്തിനാ നീ കിടന്ന് ബഹളം വെക്കുന്നേ? ഇത് ഞാനാ. എന്തിനാ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? ഞാൻ രക്ഷിക്കാനായിട്ട് വന്നപ്പോ വീണ്ടും കിടന്ന് വിളിക്കുക, രക്ഷിക്കൂ രക്ഷിക്കൂ. എന്നെ രക്ഷിക്കാമെന്നാണോ? ഇല്ല, വെറുതെ ഇതൊരു പോയപ്പോ ഒന്ന് ആപ്പിൾ കഴിക്കാൻ വേണ്ടി കയറിയതാ. വല്ലതും കഴിക്കാൻ കിട്ടുമോ? ഞാനാകെ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് ഒന്ന് കയറ്. തീ പടരാണ്. ഒരുപാട്. പോവാം. കുറച്ച് കഴിയട്ടെ. പോകാം, ഇല്ലെങ്കിൽ തീ പടർന്നേ ആകെ. ഓ ഷിറ്റ്, ഇത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ഇങ്ങോട്ട് വാ. ഞാൻ അതല്ല പറഞ്ഞത്. വേണ്ട, അങ്ങോട്ട് പോണ്ട. അവിടെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ വഴി വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇതുവഴി. അയ്യോ, എങ്ങോട്ടാ പോവാ? ഇവിടുന്ന് എങ്ങനെയാ ഒന്ന് പുറത്തിറങ്ങുക? നമ്മള്